നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഷീ ജിൻപിങ്ങുമായുള്ള നാളത്തെ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ റഷ്യയുമായുള്ള ബന്ധവും കൂടുതൽ ശക്തമാകും. അമേരിക്കയുടെ തീരുവാ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് മുന്നോട്ടു പോകുന്നത് അമേരിക്ക നേരിടാൻ പോകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്. ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നാളെ. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യ ചൈന ബന്ധം നിർണായകമെന്ന് മോദി. നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണമെന്ന് ട്രംപ് മോദിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ്. ജൂൺ 17 ഫോൺ സംഭാഷണത്തിൽ ട്രംപിന്റെ ആവശ്യം മോദി തള്ളി. അധിക തീരുവയ്ക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത് മോദിയുടെ ഈ നിലപാടെന്നും അമേരിക്കൻ പത്രം. ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയില്ലെന്ന് NSS. ആചാര അനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടരുത് എന്നും സമിതിയിൽ രാഷ്ട്രീയക്കാർ പാടില്ലെന്നും ഉപാധികൾ. ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം. വിമർശനം ശക്തമായതോടെ അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് യോഗക്ഷേമ സഭ. കണ്ണൂർ കീഴറയിലെ സ്ഫോടനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സ്ഫോടനത്തിൽ മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് അഷാം. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് പിടിയിൽ. അനൂപിന് കോൺഗ്രസുമായി ബന്ധമെന്ന് CPM-ഉം BJP-യും. അസംബന്ധമെന്ന് കോൺഗ്രസ്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാക്കന്മാരായി വീയപുരം. കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡിൽ കൈവിട്ട നെഹ്റു ട്രോഫി നേടി VBC കൈനഗരി. പുന്നമട ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം 2ാം സ്ഥാനത്ത്. ഇരട്ട ഹാട്രിക് കിരീടം നേടാനാകാതെ പള്ളാത്തുരുത്തി. തിരമാലകളിൽ നിന്ന് ജീവൻ രക്ഷിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് കടുത്ത അവഗണന. തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരാക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. വിരമിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകണമെന്ന തീരുമാനവും നടപ്പായില്ല. ടോപ് 10 സ്പെഷ്യൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തള്ളാതെ UDF കൺവീനർ. പങ്കെടുക്കരുത് എന്ന് ഒരു MLA-യോട് പറയാനാകില്ലെന്ന് KPCC. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായില്ല. വീണ്ടും നോട്ടീസ് നൽകും. ജമ്മു കശ്മീരിൽ വിവിധ മേഖലകളിൽ മേഘവിസ്ഫോടനം. 11 മരണം. റിയാസിയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ മരണം 6ആയി. ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. KCL-ൽ ട്രിവാൻഡ്രം റോയൽസിനെ തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. കാലിക്കറ്റിന്റെ ജയം 13 റൺസിന്. 2ാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ എതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 173 റൺസ് വിജയലക്ഷ്യം. സ്വർണവില റെക്കോർഡിൽ. പവന് 76,960 രൂപ. 1 ഗ്രാമിന്റെ വില 10,000-നരികെ. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും വ്യാപാര സംഘർഷങ്ങളും കാരണം ഇനിയും വില ഉയർന്നേക്കുമെന്ന് വിദഗ്ധർ. സ്റ്റോറി ഓഫ് ദ ഡേ. നീലപ്പട്ട് പുതച്ച് കരിന്തളപ്പാറ. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നാളെ. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യ ചൈന ബന്ധം നിർണായകമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 7 വർഷത്തിനു ശേഷം ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല വരവേൽപ്പാണ് ലഭിച്ചത്.
ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിനു ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ വിള്ളൽ പരിഹരിക്കുന്നതിനുള്ള ചുവടുവയ്പായാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തെ കാണുന്നത്. ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇരു നേതാക്കളും വിലയിരുത്തും. അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കുമിടയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് ചൈനീസ് പ്രസിഡന്റുമായുള്ള നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയെന്നതും നിർണായകമാണ്. അമേരിക്കൻ തീരുവ നേരിടാൻ സമുദ്രോൽപ്പന്നങ്ങൾ അടക്കം ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത ഇന്ത്യ കൂടിക്കാഴ്ചയിൽ ആരായുമെന്നാണ് സൂചന. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. 1 മണിക്കൂർ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി US ഇന്ത്യയ്ക്ക് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും നിർണായകമാണ്. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ, പാകിസ്ഥാൻ, ബെലോറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി. US-ന്റെ തീരുവ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യം ശക്തമാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഉച്ചകോടി എന്നതും ശ്രദ്ധേയമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ ആവർത്തിച്ചേക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. വടക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിലെ ശക്തികളായി മാറുന്നതിന് നിർണായകമായി നയതന്ത്ര ബന്ധം ശക്തമാക്കും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യാ നവീകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള ആദ്യ വാർഷിക ഉച്ചകോടിയിൽ തീരുമാനമായി. ചാന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാനുമായി സഹകരിക്കാനുള്ള നിർണായക കരാറിനും ധാരണയായി. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ സംരംഭം ഇന്ത്യയും ജപ്പാനും പ്രഖ്യാപിച്ചു. പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ നിർമ്മിക്കുക, പ്രധാന സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുക, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. തന്ത്രപ്രധാനമായ വ്യാപാരത്തിനും സാങ്കേതിക സഹകരണത്തിനുമുള്ള തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് പ്രവർത്തിക്കാനും മേഖലയിലെ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ടോക്കിയോയിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം മോദിയുടെ 8ാമത് ഔദ്യോഗിക ജപ്പാൻ സന്ദർശനമാണ് ഇത്. അമേരിക്കയുടെ തീരുവ ഭീഷണിക്കിടെയാണ് ജപ്പാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന് അംഗീകരിക്കാത്തതാണ് ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് കാരണമെന്ന് റിപ്പോർട്ട്. ട്രംപിനെ പാകിസ്ഥാൻ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തുവെങ്കിലും ഇന്ത്യ ആ നിലപാട് അംഗീകരിച്ചില്ല. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം ഒഴിവാക്കാൻ ബാഹ്യശക്തികളൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് രാജ്യം. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള വികസനം സ്വാഗതാർഹമെന്ന് NSS. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ നല്ലതെന്നും ഇതിനായി രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തമാകണമെന്നും NSS വ്യക്തമാക്കി. അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം സമിതി. NSSനെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ യോഗക്ഷേമ സഭ. സാമ്പത്തിക ലാഭമാണോ സർക്കാർ ലക്ഷ്യമെന്ന ആശങ്കയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് സംശയമുള്ളതായും യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ശബരിമലയെ വീണ്ടും വിവാദമാക്കരുത്, ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ട സ്ഥലമാണ് ശബരിമലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് ശരിക്കും നമ്മൾ കണ്ടതാണ് റഹിമ ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ റഹന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പോകാനുള്ള സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം, അവിടെ ശബരിമല എത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്ക് നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയം വെച്ചല്ല ഞങ്ങളൊന്നും പറയുന്നത്. അപ്പോൾ നിലയ്ക്ക് ഇപ്പോൾ ശബരിമല നടക്കുന്ന ഈ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ഒരു സംശയം തോന്നൽ എന്താ, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം മലേറിയ പോലെ അപകടകരമാണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെ MK സ്റ്റാലിനെ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതായിട്ടാണ് കേട്ടത്. അവർ വരുന്നില്ലയോ അല്ലെങ്കിൽ വേറെ മന്ത്രി ഇവിടെ നിന്നൊക്കെ പിന്നീട് വന്ന വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നതിൽ അതിശയമില്ലല്ലോ. അപ്പം ശബരിമല ആചാരം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതമൊന്നും അല്ല പറയുന്നത്, ആർക്കും അവിടെ പോയി തൊഴാം. പക്ഷേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം, കൃത്യമായി ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്.
അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ. NSS ഭക്തരുടെ വികാരത്തെ മാനിക്കണമെന്നും വ്യാപാര താൽപര്യത്തോടെ നടത്തുന്ന എക്സ്പോ പോലെയാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അല്ല, എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരിലുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ദേവസ്വം മന്ത്രിയായി വിളിച്ചു കൂട്ടുന്നതെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലായി ഇത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് CPM വിളിച്ചു കൂട്ടുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും നാളും സെക്രട്ടേറിയറ്റിൽ നിന്നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും കരുനീക്കങ്ങളും നടന്നത് എന്ന് വിചാരിച്ചു. അതല്ല, AKG സെൻറ്ററിൽ നിന്നാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. കണ്ണൂർ കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വീട് വാടകയ്ക്കെടുത്ത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നെന്ന പരാതിയിൽ അലവിൽ സ്വദേശി അനൂപ് മാലിക്കിനെ കേസിൽ പ്രതി ചേർത്തു. ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ് സ്ഫോടനത്തിൽ മരിച്ചത്. ഇന്നു പുലർച്ചെ 2 മണിയോടെയാണ് കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചത്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കാണപ്പെട്ടു. കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ 2 പേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപകട വിവരമറിഞ്ഞ് കണ്ണപുരം പോലീസും തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടനം നടന്ന വാടക വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട്. അനവധി സ്ഫോടന കേസുകളിലെ പ്രതിയായ അനൂപ് മാലിക്കിനെ പ്രതി ചേർത്തു. ഉത്സവങ്ങൾക്ക് പടക്കമെത്തിക്കുന്ന ആളാണ് അനൂപ് മാലിക്. 2009-ലും 2013-ലും 2016-ലും അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് അനൂപിനെതിരെ കേസുണ്ടായിരുന്നു. അനൂപ് കോൺഗ്രസ് അനുഭാവിയാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിച്ചു. സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിൽ പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെ ഉണ്ടായതാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചുവർ ആണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. CPM ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. അത് എന്തിനു നിർബന്ധിച്ചു, ആർക്കാണിത് കൊടുക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി അത് ഇനി ഒരു കാരണവശാലും ഇതിപ്പോൾ വ്യാപകമായി കണ്ണൂർ ജില്ലയിൽ നടക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിലെ സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്ഫോടനത്തിന് പിന്നിൽ അസ്വാഭാവികത ഉണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും MA ബേബി പറഞ്ഞു. അപ്പോൾ ഇപ്പം കേട്ടറിവ് വെച്ച് മാത്രം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ LDFൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും അതിനെക്കുറിച്ച് പ്രതികരിക്കും. അത്രേ പറയാം. ദൗർഭാഗ്യകരമാണ് ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അപായങ്ങളുണ്ടാവുകയും പരിക്കും മരണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, ദുഃഖകരമാണ്. ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റോ ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ ഇക്കാലത്തും ഉള്ളത്. കപ്പിൽ മുത്തമിട്ട് വിയ്യപുരം. പുന്നമടയിൽ വിയ്യപുരം ജലരാജാവ്. വാശിയേറിയ നെഹ്റു ട്രോഫി ജലമേളയിൽ വിയ്യപുരം ചുണ്ടന്റേത് പോയ വർഷത്തെ പരാജയത്തിന് മധുര പ്രതികാരം. ഹാട്രിക് വിജയത്തിലേക്ക് തുഴയെറിഞ്ഞ PBCയെ തകർത്തത് ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ. പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരിളക്കം സമ്മാനിച്ചാണ് ജലമാമാങ്കത്തിന്റെ 71ാമത് സീസൺ അവസാനിച്ചത്. ആ സ്വപ്നതുല്യമായ വെള്ളിക്കപ്പിലേക്ക് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ തുഴയെറിഞ്ഞെത്തിയപ്പോൾ പുന്നമടയിലെ ഇരുകരകളിലും തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികൾ ആവേശത്തിലാറാടി. രാവിലെ മുതൽ പുന്നമടയിലേക്ക് ജനങ്ങളുടെ വലിയ ഒഴുക്കായിരുന്നു. 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് ശേഷം നെഹ്റു പവലിയനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു.
യോഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. 3:30 ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളാണ് 6 ഹീറ്റ്സുകളിലായി മാറ്റുരച്ചത്. ഫിനിഷ് ചെയ്യുവാനെടുത്ത സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നടുഭാഗം, മേൽപ്പാടം, നിരണം, വീയപുരം ചുണ്ടനുകൾ ഫൈനലിൽ ഏറ്റുമുട്ടി. 2ാം ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു ഫൈനലിലെ മുഖ്യ ആകർഷണം. എന്നാൽ നടുഭാഗത്തിൽ തുഴയെറിഞ്ഞെത്തിയ BBC-യുടെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞാണ് BBC കൈനഗിരിയുടെ വീയപുരം ചുണ്ടൻ സ്വപ്നക്കപ്പിൽ മുത്തമിട്ടത്. തോറ്റ് അത് സത്യമാണ്. ഒരു തോൽവിയിലാണ് വീയപുരം വള്ളത്തിൽ മരിച്ചത്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളുമായിരുന്നു ഇത്തവണത്തെ ജലമേള. ഫിനിഷിംഗ് സംബന്ധിച്ചുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ മിനിറ്റിനും സെക്കൻഡിനും ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തിയായിരുന്നു ഇത്തവണത്തെ മത്സരങ്ങൾ. അതിനാൽ തന്നെ കുറ്റമറ്റ രീതിയിൽ നടന്ന നെഹ്റു ട്രോഫി ജലമേള ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചത് പുത്തൻ അനുഭവത്തോടൊപ്പം ഇരട്ടി ആവേശവുമാണ്. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആ വെള്ളിക്കപ്പിൽ വീയപുരം ചുണ്ടൻ മുത്തമിടുമ്പോൾ പുന്നമടയിൽ ആവേശം ഇപ്പോഴും നിലയ്ക്കുന്നില്ല. പുന്നമടയിൽ നിന്നും ടീം അമൃത ന്യൂസ്. ചെറുവള്ളങ്ങളും മാറ്റുരച്ച നെഹ്റു ട്രോഫി ജലമേളയിൽ ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളിൽ തൊയ്ക്കാവ് ദേശത്തിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണ് 1ാം സ്ഥാനത്തെത്തിയത്. സ്ത്രീകൾ തുഴഞ്ഞ തേക്കിനോടി വള്ളങ്ങളിൽ ചെല്ലിക്കാടനും ജേതാക്കളായി. ഓളപ്പരപ്പിൽ ആവേശമുണർത്തുന്നതിൽ ചുണ്ടൻ വള്ളങ്ങൾ പോൽ പ്രാധാന്യമുണ്ട് ചെറുവള്ളങ്ങൾക്കും. പണ്ടുകാലത്ത് കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഇരുട്ടിന്റെ മറയില്ലാതെ വെളിച്ചത്തിറങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ തീ പടർന്നു. ഫൈനൽ മത്സരത്തിൽ തൊയ്ക്കാവ് ദേശത്തിന്റെ സെന്റ് സെബാസ്റ്റ്യനും BBC ഇല്ലിക്കലിന്റെ പമ്പാവാസനും പുനർജനി ബോട്ട് ക്ലബിന്റെ വടക്കുംപുറവും ഗോത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ ഗോത്തുരുത്തുമാണ് ഏറ്റുമുട്ടിയത്. 4 ടീമുകളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 5 മിനിറ്റും 13.288 സെക്കൻഡുമായി തൊയ്ക്കാവ് ദേശത്തിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 1ാം സ്ഥാനക്കാരനായി ഫിനിഷ് ചെയ്തു. പതിവ് പോലെ നെഹ്റു ട്രോഫിയിൽ ഇക്കുറിയും വളയിട്ട കൈകൾ തുഴയെറിഞ്ഞു. തെക്കനോടി ഇനത്തിലായിരുന്നു സ്ത്രീകളുടെ മത്സരം. ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബിന്റെ ചെല്ലിക്കാടനും യങ്സ്റ്റാർ ബോട്ട് ക്ലബിന്റെ പടിഞ്ഞാറേപ്പറമ്പനും ഐശ്വര്യ ബോട്ട് ക്ലബിന്റെ കബനിയും അനശ്വര ബോട്ട് ക്ലബിന്റെ കാട്ടിൽ തെക്കേതിലുമാണ് ഫൈനലിൽ മാറ്റുരച്ചത്. 7 മിനിറ്റും 17.758 സെക്കൻഡുമായി ചെല്ലിക്കാടൻ തെക്കനോടി ഇനത്തിൽ കപ്പുയർത്തി. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, ടീം ആലപ്പുഴ. ജലരാജാവായ വീയപുരം ചുണ്ടന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് കറി പൗഡർ ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡായ ഈസ്റ്റേൺ വീയപുരം ചുണ്ടന്റെ പ്രധാന സ്പോൺസറാണ് ഈസ്റ്റേൺ. വീയപുരം ചുണ്ടന്റെ വിജയം സഹിഷ്ണുത, കൂട്ടായ്മ, ഐക്യം എന്നിവയുടെ ശക്തിയെ അവതരിപ്പിക്കുന്നുവെന്നും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഒന്നിച്ചുകൂട്ടുന്ന ഈസ്റ്റേൺ ബ്രാൻഡിന്റെ തത്വവുമായി ഇത് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നുവെന്നും ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ പറഞ്ഞു. ആർത്തലച്ചു വരുന്ന തിരമാലകളിൽ നിന്ന് ജീവൻ രക്ഷിക്കുന്ന ലൈഫ് ഗാർഡുമാർ നേരിടുന്നത് കടുത്ത അവഗണനയാണ്. ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ഇവർക്ക് യാതൊരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. ലൈഫ് ഗാർഡ് തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ആവശ്യം ഇതുവരെ അംഗീകരിച്ചില്ല. ശമ്പള സ്കെയിലും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന ആവശ്യങ്ങൾക്ക് മുന്നിലും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. വിരമിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന തീരുമാനവും ഇതുവരെ നടപ്പായില്ല. ടോപ് 10 സ്പെഷ്യൽ കാണാം. കടൽ തീരയിലേക്ക് ഒന്നും നോക്കാതെ ജീവൻ രക്ഷിക്കാൻ എടുത്തു ചാടുന്ന ലൈഫ് ഗാർഡുമാരുടെ ജീവിതം അത്ര ശോഭനമല്ല. കടലിനോട് മല്ലടിച്ചാണ് ഓരോ ജീവനും ഇവർ കരക്കെത്തിക്കുന്നത്. എന്നാൽ ലൈഫ് ഗാർഡുമാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. കായികക്ഷമതയുൾപ്പെടെ പരിശോധിച്ചാണ് ലൈഫ് ഗാർഡുമാരുടെ നിയമനം. ലൈഫ് ഗാർഡ് തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരായി തങ്ങളെ അംഗീകരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ദിവസവേതനത്തിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ലൈഫ് ഗാർഡുമാരെ 25 വർഷം കഴിഞ്ഞിട്ടും സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നത് മാത്രമല്ല, ന്യായമായ വേതനമോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. ചികിത്സാ സൗകര്യങ്ങളോ ഇൻഷുറൻസോ ഇല്ല. ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് 2017 ചേർന്ന മന്ത്രിതല യോഗത്തിലെടുത്ത തീരുമാനവും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഓണത്തിന് ഉത്സവ ഭത്തയായി ലഭിക്കുന്നത് 1210 രൂപയാണ്. 3 വർഷമായി ലൈഫ് ഗാർഡുമാർക്ക് യൂണിഫോം അനുവദിച്ചിട്ട്. പലരും സ്വന്തം പണം മുടക്കിയാണ് യൂണിഫോം ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ളതും. ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടും സർക്കാർ ഒന്നും കാണാത്ത മട്ടിലാണ്.
വിരമിച്ചതിനു ശേഷം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് സംസ്ഥാനത്തെ ലൈഫ് ഗാർഡുമാർ. ഇനിയും അവഗണന തുടരുകയാണെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് ഇവരുടെ തീരുമാനം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ ലൈഫ് ഗാർഡും തിരയോട് മല്ലടിച്ച് അപരന്റെ ജീവൻ രക്ഷിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ സർക്കാർ മുഖം തിരിക്കുമ്പോൾ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണവർ. എല്ലാ തിരക്കുകൾക്കിടയിലും തങ്ങളെ കൂടി പരിഗണിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇത്രയും അപകടകരമായ ജോലി ചെയ്തിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നാണ് ലൈഫ് ഗാർഡുമാരുടെ പരാതി. പലപ്പോഴും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്നും പലരും ജോലി മതിയാക്കി പോവുകയാണെന്നും ഇവർ പറയുകയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. പിന്നെ നമ്മുടെ ലൈഫ് ഗാർഡുകൾ 60 വയസ്സ് കഴിഞ്ഞു പോകുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം എന്നൊരു ആനുകൂല്യം എല്ലാ മേഖലയിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് ഗാർഡുകൾക്ക് അത് കിട്ടുന്നില്ല. സ്ഥിരം നിയമനം നമ്മുടെ തൊഴിലാളികളെ സ്ഥിരം നിയമന തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു 10-30 പ്രാവശ്യമെങ്കിലും സമരം ചെയ്തിട്ടുണ്ട്. അത് CAT യൂണിയൻ, AITUC, INTUC അല്ലാതെ പൊതുവായിട്ടുള്ള എല്ലാവരും സംയുക്തമായി സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ അംഗീകരിക്കാമെന്ന് പറയണമല്ലാതെ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഞാൻ 28 കൊല്ലമായിട്ടും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പേപ്പർ കൊടുത്ത് മടുത്ത്. ഇത് നമ്മൾ 28 കൊല്ലം വരെ നൂറുകണക്ക് ജീവനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. എന്നാലും ഗവൺമെൻറ് 5 രൂപ നമുക്ക് അത് നമ്മളെ സ്ഥിരപ്പെടുത്തുക. ഇത്ര കൊല്ലമായിട്ട് ഒരു ഇൻഷുറൻസ് തന്നെ കടലിൽ മരിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് തരുള്ളൂ. കരയിൽ എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും ഇടിച്ച് പോയാൽ ഒരു സഹായമില്ല. പ്രതിഷേധം എന്ന് പറയുന്നത് ഇനി അനിശ്ചിതകാല സമരത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു തീരുമാനമുണ്ട്. തീരുമാനം എല്ലാവരും കൂടെ ഇങ്ങനെ ആയി വെച്ചിരിക്കുന്നത്. അത് ഇന്ന പാർട്ടി അങ്ങനെയുള്ളതല്ല, എല്ലാവരും കൂടെ സംയുക്തമായിട്ട് ചെയ്യാൻ വേണ്ടി. കാരണം അല്ല ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒരു തരത്തിലും സർക്കാർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ നൽകും. ആതിര, വർഷങ്ങളായി അപകടകരമായ ജോലി ചെയ്തിട്ടും സർക്കാർ അവഗണിക്കുകയാണ് എന്ന് പറയുകയാണ്. ഓരോരുത്തരും വലിയ വേദനയിലാണ് അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നത്. ശമ്പളം ഉയർത്തണം എന്ന ആവശ്യം, ഒപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയേക്കും എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാരം. അങ്ങനെ തന്നെയാണോ കരുതേണ്ടത്? സംസ്ഥാനത്ത് ഈ ലൈഫ് ഗാർഡുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ്. കാരണം അവർക്ക് നിലവിലൊരു സ്ഥിര നിയമനമല്ല. ഈ 20 വർഷത്തോളം അല്ലെങ്കിൽ 30 വർഷത്തോളം ജോലി ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ സ്ഥിരപ്പെടുത്തുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. ഒരു തസ്തിക സൃഷ്ടിച്ച് അവരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് ഈ ലൈഫ് ഗാർഡുമാരുടെ ആവശ്യം. അവർ ഉയർത്തുന്ന പ്രധാന ആവശ്യം അതാണ്. അതുപോലെ തന്നെ ഈ 60 വയസ്സിൽ അല്ലെങ്കിൽ 56 വയസ്സിലൊക്കെ വിരമിക്കുന്നവരുണ്ട്. അവർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നും ഈ ലൈഫ് ഗാർഡുമാർ ആവശ്യപ്പെടുന്നു. 2017 മന്ത്രിസഭാ യോഗത്തിൽ ഇതിലൊരു തീരുമാനം ഉണ്ടായതാണ്. പക്ഷേ ഇതുവരെ ഈ 5 ലക്ഷം രൂപ വിരമിച്ച ഒരു ലൈഫ് ഗാർഡുമാർക്കും കിട്ടിയിട്ടില്ല എന്നും അവർ ഒരു പരാതിയായി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇൻഷുറൻസ് പോലുള്ള പരിരക്ഷകളും ഈ ലൈഫ് ഗാർഡുമാർക്ക് കിട്ടുന്നില്ല. ഈ തിരയിൽ അഥവാ ജീവൻ രക്ഷിക്കുന്ന സമയത്ത് തിരയിൽപ്പെട്ട് മരിക്കുന്നവർക്ക് മാത്രമാണ് 20 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. അല്ലാത്തവർക്കൊന്നും തന്നെ ഇത്തരത്തിലൊരു പരിരക്ഷ പോലും ലഭിക്കുന്നില്ല. ചികിത്സാ സഹായമോ മറ്റോ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇവർക്ക് ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഈ വസ്ത്രം അലക്കുന്നതിനും വാഷിംഗ് അലവൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഈ ഫുഡ് അലവൻസും വാഷിംഗ് അലവൻസും അവർക്കില്ല. ഇതെല്ലാം തന്നെ സ്വന്തം പണം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ 3 വർഷത്തോളമായി ഇവർക്ക് യൂണിഫോം അനുവദിച്ചിട്ട് ഈ എല്ലാം കഴിഞ്ഞ് അവസാനം ഇവർ ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഈ ജോലിയിൽ നിന്നും പുറത്തു പോകുന്നത്. പിന്നീട് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിന് ഒരു ഉത്തരമില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ ഈ ലൈഫ് ഗാർഡുമാർക്കുള്ളത്. ഏതായാലും ഇതിനൊരു പരിഹാരമായില്ലെങ്കിൽ നേരത്തെയൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെ തീരുമാനമൊന്നും ആയില്ല. ഇനി വരും ദിവസങ്ങളിലും സർക്കാർ ഇത്തരത്തിലൊരു അവഗണനയാണ് തുടരുന്നതെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ഈ ലൈഫ് ഗാർഡുമാരുടെ തീരുമാനം. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആവശ്യമായ നടപടികൾ സർക്കാർ എടുക്കുമെന്ന് ടോപ് 10 പ്രതീക്ഷിക്കുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന് ക്രൈംബ്രാഞ്ച് പുതിയ നോട്ടീസ് നൽകും. 3-ാം പ്രതി അഭിനന്ദ് വിക്രമിന്റെ ശബ്ദരേഖയിൽ MLAയുടെ പേര് വന്ന സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്.
ജമ്മു കശ്മീരിലെ റിയാസി, റംബാൻ ജില്ലകളിലുണ്ടായ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനത്തിലും 10 പേർ മരിച്ചു. റിയാസിയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നാണ് ഒരു കുടുംബത്തിൽ 7 പേർ മരിച്ചത്. റംബാനിൽ മേഘവിസ്ഫോടനത്തിൽ 3 പേർ മരിച്ചു. റംബാൻ ജില്ലയിലെ രാജ്ഗർ ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ അടിയന്തര കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിനായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ മജിസ്ട്രേറ്റുമാരും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തകർന്ന ഹൈവേ ഗതാഗത യോഗ്യമാക്കുക, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, ചാർധാം തീർത്ഥാടനത്തിനും ഉത്സവ സീസണിനും ആവശ്യമായ മുൻകരുതലെടുക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങളായി നൽകിയത്. കായിക വാർത്തകൾ നോക്കാം. KCL ട്രിവാൻഡ്രം റോയൽസിനെ തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. 13 റൺസിനായിരുന്നു കാലിക്കറ്റിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ട്രിവാൻഡ്രം 173 റൺസിന് ഓൾ ഔട്ടായി. കാലിക്കറ്റിന് വിജയമൊരുക്കിയത് സൽമാൻ നിസാറിന്റെ മിന്നും പ്രകടനമാണ്. 26 പന്തുകളിൽ 12 സിക്സറുകളുടെ മികവിൽ പുറത്താകാതെ 86 റൺസ് എടുത്താണ് സൽമാൻ നിസാർ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. വിജയത്തോടെ 8 പോയിന്റുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി. 2ാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 173 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 172 റൺസ് എടുത്തത്.